ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. നമ്മളെയൊക്കെയാണ് ഈ തെണ്ടിന്ന് വിളിച്ചത്. എന്തിനാന്ന് കേൾക്കണം. ഈ വിളിക്ക് നമ്മൾ അർഹരാകാനുള്ള കാരണം എന്താന്ന് കേൾക്കുമ്പോഴാണ് കൗതുകം. എന്ന് കേട്ടു നോക്ക്. എന്നിട്ട് ഇവന്റെ കുടുംബക്കാര് പറയും, നീ അങ്ങനെ ചെയ്ത്, കാരണം ഈ പെണ്ണ് 5ഉം 6ഉം പെറ്റ് കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയെ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ, അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് കാര്യം നിസ്സാരമല്ല കേട്ടാ. കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകം ഇൻഷേറ്റ് എടുത്ത് രംഗത്തിറങ്ങിയ 2 ധീര യോദ്ധാക്കളായ വനിതകളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ അഭിപ്രായം പറയുന്നത് ചെറിയ വിഷയങ്ങളൊന്നുമല്ല. കേരളത്തിലുള്ള മുസ്ലിം സ്ത്രീകൾ കൊല്ലം പ്രസവിക്കുന്നു, 5ഉം 6ഉം പ്രസവിക്കുന്നു. മറ്റു കുട്ടികൾക്ക് ആഹാരം പോലും കൊടുക്കാൻ കഴിയാതെ അത്രയും ദാരുണമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് മുസ്ലിം സ്ത്രീകൾ കടന്നു പോകുന്നത്. എന്നാൽ നുസ്രത്ത് താത്ത, ഈ അവസ്ഥ അനുഭവിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ മാത്രമാണ്. ഇത് കണ്ടു നോക്ക്. നോക്ക്. ഒരു മുസ്ലിം സ്ത്രീ അല്ലേ കേട്ടാ. ആ ദമ്പതിമാരും മുസ്ലിങ്ങളല്ല. ഒരാൾക്ക് 5 വീതം കുട്ടികളുണ്ട്. എന്ത് രസമാണ് കാണാൻ, കാഴ്ച കാണാൻ എന്ത് രസമുണ്ട്. കണ്ടിട്ട് കൊതിയാകുന്നു. പടച്ചോനെ, നമ്മുടെ മുറ്റം നിറച്ച് ഉള്ളാരെ തരണേ. എന്ത് കൊതിയാണ് കണ്ടിട്ട്. മാഷാ അല്ലാഹ്. ആ കുട്ടികളുടെ കളിയും ചിരിയും കണ്ടിട്ട് ആ ദമ്പതിമാരുടെ ആ സന്തോഷം കണ്ട. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അവർ പട്ടിണിയൊന്നുമില്ലല്ലോ, ആഹാരത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതാണ് കഴിവുള്ളവൻ. ഈ പണ്ടൊരു തമാശക്കൊരു പാട്ട് പാടും, കാശുള്ളവൻ സിസർ വാങ്ങി വലിക്കുമ്പോൾ കാശില്ലാത്തവൻ കാജാവീടി വലിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ പിള്ളേരെ ഉണ്ടാക്കുമ്പോൾ ഇല്ലാത്തവൻ ഇങ്ങനെ മതിലുമേ കയറി അല്ലെങ്കിൽ കലങ്ങി കയറിയിരിക്കും. എന്നിട്ട് കൊതിയും നുണയും പറയും. അവർക്ക് 5 പിള്ളേരുണ്ട്, 6 പിള്ളേരുണ്ട്, കുറെണ്ണം പെറുന്നില്ല. ആ ഉള്ളവൻ ഉണ്ടാക്കും, ഇല്ലാത്തവൻ ഇങ്ങനെ ഇരുന്നും മൂടുപോയി. ഇതിനെ ജിഹാദ് പ്രസവം എന്ന് വിളിക്കാം. തെറ്റിപ്പോയി. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നാ. ആ പരിശ്രമം പ്രസവത്തിന്റെ സമയത്തല്ല ഈ ജിഹാദ് ഉള്ളത്. ഈ പ്രസവത്തിലേക്ക് എത്തിക്കുന്ന പ്രോസസ് ഉണ്ടല്ലോ, അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. തെറ്റിപ്പോരുത്, കറക്റ്റ് പറഞ്ഞു. പറഞ്ഞിട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത ഒരു 15 വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത്. ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല. അപ്പൊ എന്താ പറയുക, ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നു. നുസ്രത്ത് പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ പർദ്ദാധാരണം കൊണ്ട് ഉണ്ടായതെന്താ? പാർശ്വവൽക്കരിക്കപ്പെട്ടു, അരികവൽക്കരിക്കപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു സമൂഹത്തിൽ നിന്ന്. നുസ്രത്ത് പറയുന്നത് കുഴപ്പമില്ല, കാരണം അതിനെ നമ്മൾ ആ സെൻസിൽ എടുത്താൽ മതി. പക്ഷേ പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾ ആ വസ്ത്രധാരണ കൊണ്ട് മുന്നേറ്റമാണോ അല്ല പിന്നോക്കാവസ്ഥയിലേക്കാണോ വന്നത്? വിവരവും ബോധവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സഹോദരി പറയും, നമുക്ക് കേൾക്കാം. ഈ ഹിജാബ് ഇട്ട പെണ്ണുങ്ങൾ ഇപ്പൊ ഹിജാബ് ഇട്ട ശേഷം തന്നെയാണ് വലിയ തോതിൽ മുസ്ലിം പെൺകുട്ടികൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കം ഉള്ളിൽ കയറുന്നതും ടോപ്പ് ആണ്. അത് അവർ ഹിജാബ് ഇട്ടത് കൊണ്ട് അവർക്ക് അതിലെന്തെങ്കിലും, ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ അവരുടെ